ഹേ ഗായ്സ്, നിങ്ങളാരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ എൻ്റെ പെങ്കലൊക്കെ തോന്നി ഒന്ന് മലയാറ്റൂർ വരെ പോയാലൊന്ന്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തായിട്ടാണ്. അപ്പം ഞാനും പപ്പയും മമ്മിയും ചേച്ചിയും അച്ചോച്ചേട്ടനും മേമ്മയും കൂടി മലയാറ്റൂർ പോകാമെന്ന് കരുതി. ഞങ്ങൾ നടന്ന് കുറച്ചെത്തിപ്പിക്കും, കുറച്ച് കുരങ്ങന്മാരൊക്കെ കണ്ടട്ടാ. പിന്നെ അതെല്ലാം കണ്ട് കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തെപ്പിക്കും. ഞങ്ങൾ ഒന്നാമത്തെ സ്ഥലമെത്തി. സോ അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യത്തെ ആവശ്യങ്ങൾ പറഞ്ഞ് കൊന്തയും ചില്ലി പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ പയ്യെ പയ്യെ ഓരോ സ്ഥലത്തും കൂടെ ഇങ്ങനെ നടക്കും. ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ പറയണം. ചിലവർ കൊന്ത എത്തിച്ചുകൊണ്ട് പോകും, ചിലർ കുരിശിൻ്റെ വഴി ചെല്ലും. നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞ് കയറി ചെന്ന് നമ്മളൊരു ടൈം പീരീഡിനുള്ളിൽ ആവശ്യങ്ങൾ നടക്കാനും നമ്മൾ പറഞ്ഞു പോകണം. അപ്പോൾ നമുക്ക് ആ ടൈം പീരീഡിനുള്ളിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും. സോ നമ്മളിവിടെ വന്ന് ഒരുപാട് വർത്തമാനമൊന്നും പറയാണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. കൊന്ത വയ്ക്കണം, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി ചെല്ലണം. ചിലപ്പോൾ നമുക്ക് അവിടെ കുരിശിൻ്റെ വഴി ചെല്ലുന്ന ബുക്ക് താഴ്ത്ത് കിട്ടും. നമ്മളത് വാങ്ങിച്ച് ചെല്ലിപ്പോകണം. പിന്നെ ഓരോ സ്ഥലത്ത് മെഴുകുതിരി കത്തിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് പോകും. അങ്ങനെ നമ്മൾ പയ്യെ പയ്യെ നടന്ന് പോകണം കേട്ടോ. വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ തന്നെ പോയതുകൊണ്ട് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. നമ്മൾ വേർക്കത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വലിയ പാറയമേക്കൂടെ ഒന്നും നടക്കാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ നമ്മൾ അങ്ങനെ മുത്തപ്പനെ വിളിച്ചങ്ങ് നടക്കാം. നമ്മൾ കയറുമ്പോൾ കൊന്തയോ അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി ചെല്ലാത്തവർ പൊന്നും കുരിശ് മുത്തപ്പ എന്ന് പറഞ്ഞ് ചെല്ലണം. ഇറങ്ങിപ്പോരുമ്പോൾ പൊന്നും കുരിശ് മുത്തപ്പ പൊന്മലയിറക്കം എന്ന് പറയണം. കുറേ മരങ്ങളുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പൂവൊക്കെ ഉണ്ടാവുന്ന മരമാണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവുന്ന ടൈപ്പല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് ലാസ്റ്റിലത്തെ സ്ഥലത്തെത്തി, 14ാമത്തെ സ്ഥലം. അത് കഴിയുമ്പോൾ പിന്നെ തോമാസ് ലീഗയുടെ മണ്ഡപത്തിലേക്ക് എത്താനായിട്ട് കുറേ സ്റ്റെപ്പുകൾ കയറണം. എനിക്ക് തോന്നുന്നു ഒരു 60-70 സ്റ്റെപ്പുകൾ ഉണ്ടാവും. അത് കയറി പയ്യെ പയ്യെ നടന്ന് നമ്മൾ മണ്ഡപത്തിൻ്റെ അടുത്തെത്തി. അപ്പോഴേക്കും സൈഡിൽ കുർബാന നടക്കുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അവിടെ മുകളിൽ ക്രിബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ പള്ളി ഉണ്ടല്ലോ, കുർബാനയൊക്കെ ഉണ്ടല്ലോ. സോ അവർ തന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തോമാസ് ലീഗയാണ് കണ്ട്. ഇതാണ് തോമാസ് ലീഗയുടെ മണ്ഡപത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇതാണ് കേട്ടോ. നമ്മളവിടെ കണ്ട് തോമാസ് ലീഗയുടെ അടുത്ത് ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് ഇനിയും വരുമ്പോഴേക്കും നന്ദി പറയാനായിട്ട് വേണം വരാൻ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ് ആവശ്യങ്ങളും പറഞ്ഞ് നമ്മൾ പയ്യെ അങ്ങനെ നടക്കാണ്. ഈ കാണുന്നിടത്ത് നേർച്ച ആൾക്കാർ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ നേർച്ചയൊക്കെ എടുത്ത് കഴിക്കാം. അവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ കിട്ടും. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല സ്പേസാണ്, അതെടുക്കാം. പിന്നെ ആ കാണുന്നത് ആന കുത്തിയ പള്ളിയാണ്. ആനയുടെ കൊമ്പ് വെച്ച് കുത്തിയിട്ടും പൊളിയാത്തൊരു പള്ളിയാണത്. അത് പണ്ടത്തെ ആദ്യത്തെ പള്ളിയാണത്. മലയാറ്റൂരിലെ ആദ്യത്തെ പള്ളിയാണ്, കുരിശുമുടിയിലെ ആദ്യത്തെ പള്ളിയാണിത്. ആ ഗോണിപ്പടി ഇറങ്ങിപ്പോയി അവിടെ ഒരു വറ്റാത്തൊരു കിണറുണ്ട്. പാറയമ കുത്തി വെള്ളം വന്ന ഒരു കിണറാണ് കേട്ടത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുർബാന ഉണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേർച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു. അത് കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും പിന്നെയും കുറച്ച് കുരങ്ങന്മാർക്കടെ അത് കൂട്ടം. ഇവന്മാർ എന്തോ നിലത്തുനിന്നെടുത്ത് പറക്കി തിന്നുന്നുണ്ട്. ഫുഡൊക്കെ നേരത്തിന് കിട്ടുന്നുണ്ടോയെന്ന് അത് അവന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പാറയമൊക്കെ എവിടെ നിന്ന് ഫുഡ് ഉണ്ടാവണമല്ലേ, കുന്നിൻ്റെ മുകളിലല്ലേ. ഫ്രൂട്ട്സൊക്കെ എങ്ങനെയാണ് ഇവന്മാർക്ക് കിട്ടണതാവോ. പിന്നെ വലിയ വിശപ്പൊന്നും കാണത്തില്ലായിരിക്കും. ഇതാണ് രണ്ടാമത് പണിത പള്ളി. ഇത് അത്യാവശ്യം വലിയ പള്ളി. ഇവിടെ ആയിരുന്നിട്ട് കുർബാന. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നേർച്ചത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അതും ഫുഡും കഴിച്ച് പിന്നെ നമ്മൾ അവിടെ ഒരു പൊന്നും കുരിശ് മുത്തപ്പൻ്റെ ഒരു ഇതുണ്ട്, പൊന്നും കുരിശുണ്ട്. സോ നമ്മളവിടെ പോയി അവിടെ ചെന്നും പ്രാർത്ഥിച്ച് പിന്നെ താഴത്തേക്ക് നോക്കി ആകാശമൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ആ കാണുന്ന മണ്ഡപത്തിലാണ് തോമാസ് ലീഗയുടെ കാൽപാദം ഉള്ളത്. ആദ്യമൊക്കെ വരുമ്പോൾ കാൽപാദം നമുക്ക് നേരിട്ട് കാണാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് ചില്ലും കൂട്ടിലൊക്കെ ഇട്ട് വെച്ചേക്കാണ്. സോ നമുക്കങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണാനില്ല. പിന്നെ കുറേ പിള്ളേർ വന്ന് മെഴുകുതിരിയും കൊണ്ടൊക്കെ എന്തൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യരുത്. ഒരു പ്ലേസ് നമ്മൾ ഏറ്റവും ഭംഗിയാക്കിയില്ല നടക്കേണ്ടത്. ഇതിപ്പോൾ അതുകൊണ്ട് വരച്ചിട്ടുണ്ട് പകുതി പോലും കാണാൻ പറ്റുന്നില്ല തോമാസ് ലീഗയുടെ കാൽപാദമൊന്നും. സോ നമ്മളൊന്നും ചെന്നങ്ങനെ ഇതാക്കരുത്. നമ്മളവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഈ സ്റ്റെപ്പ് കണ്ട ഇതെപ്പോഴും ഞങ്ങൾ എണ്ണി വരാറ്. അങ്ങനെയൊക്കെ ചെയ്ത് മുത്തപ്പനോടൊക്കെ നമ്മൾ ഇനിയും പിന്നെയും വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പയ്യെ നോക്കി ഇറങ്ങണം കേട്ടോ. കാരണം ഉരുളൻ കല്ലുകൾ പോലെ കിടക്കുന്നത്. പിന്നെയും കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടിവാരത്തെത്തി. ഫുഡ് നമ്മൾ 4 പേർക്ക് സോഡ വാങ്ങിച്ചു. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഉച്ചയായി കേട്ടോ ഇറങ്ങുമ്പോൾ. കുർബാനയൊക്കെ കഴിഞ്ഞ്